അവർ കിച്ചണിലെ പ്രോഗ്രാം കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഫിഷ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഫിഷ് ബിരിയാണിക്ക് നമ്മളൊരു മാരിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീനിനെ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമ്മൾ പുറത്ത് വയ്ക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളൊരു അരമുറി നാരങ്ങ നമുക്കിതിൽ പിഴിഞ്ഞു കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അവർ കിച്ചൺ ബിരിയാണി മസാല. എന്താണ് അവർ കിച്ചൺ ബിരിയാണി മസാല എന്നുള്ളത് ഞാൻ താഴെ ഓപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ എന്താണ് അവർ കിച്ചൺ മസാല എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഒരു 1/2 ടീസ്പൂണ് ഇതിലേക്ക് ചേർക്കണം. ഞാനത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഇതിലെല്ലാം നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് പുറത്ത് വയ്ക്കാം. ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു 2-3 സെക്ഷനാണ്. ആദ്യം നമ്മളിപ്പോൾ ഫിഷ് ബിരിയാണിയാണ്, നമ്മൾ ആദ്യം മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുക്കും. അതാണ് ഒരു സെക്ഷൻ. രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വേവിക്കുന്നത്. ചോറ് നമ്മൾ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് വേണ്ടത്. ഞാൻ അല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചോറ് വെക്കുന്ന പോലെ ചോറിൻ്റെ വേവ് കറക്റ്റായിട്ട്, അല്ലാണ്ട് വെന്ത് ഉടയരുത്, കറക്റ്റായിട്ട് വേവ് അതിൽ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം പട്ട, പൂവ്, ജാതിപത്രി എല്ലാം നമ്മളെ സ്പൈസസ് ഒക്കെ ഇട്ട് ചോറ് ഊറ്റിയെടുത്താലും മതി. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു സെക്ഷൻ. പിന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രേവി സെക്ഷനാണ്. നമ്മൾ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ സെക്ഷനാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ ചൂടായ ചീനച്ചട്ടിയിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു. അത് ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് സവാള ഇടാം. നമ്മൾ ആ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സവോളയാണ് ഇടേണ്ടത്. നമുക്ക് 2 സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി നമുക്കിതിലേക്ക് ഇട്ടു. തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് 5 പച്ചമുളകാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഈ 5 പച്ചമുളക് ചതച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായി ഇളക്കിയതിന് ശേഷം തൊട്ടപ്പുറകെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് നന്നായി ഇളക്കിയ ശേഷം 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് നന്നായി ഇളക്കി ഒന്ന് വഴഞ്ഞ് വന്നത്. നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മീൻ വറക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്. ഞാൻ കണക്കാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. തൈരുണ്ട്, ഒരു 4 ടേബിൾ സ്പൂണ് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം പുളിയുള്ള തൈര് കഴിക്കണം എടുക്കുന്നത്. നമുക്ക് കസ്കസും അണ്ടിപ്പരിപ്പും അതൊരു ഇത്തിരി ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ച് എടുത്ത ആ ഒരിത് അതൊരു 3 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് പുതിനയിലയും മല്ലിയിലയാണ്. പുതിനയിലയും മല്ലിയിലയും ഏകദേശം ഇനിയിപ്പോൾ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഒക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അല്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഒരു പിടിയെടുത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് എന്നാണ് അതിൻ്റെ കണക്ക് പൊടിയായിട്ടായിരുന്നത്. അവസാനം നമ്മൾ ഇട്ട് കൊടുക്കുന്ന അവർ കിച്ചൺ ബിരിയാണി മസാല. അവർ കിച്ചൺ ബിരിയാണി മസാലയുടെ ലിങ്ക് താഴെയുണ്ട്. അത് നോക്കണം. അത് നോക്കിയാൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു 1 ടേബിൾ സ്പൂണ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയാണ് ടോട്ടൽ യൂസ് ചെയ്യുന്ന. ഒരു അരമുറി ചെറുനാരങ്ങ നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് ഉപയോഗിച്ചു. ബാക്കിയുള്ള അരമുറി നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. നമ്മൾ
നമ്മുടെ മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഞാൻ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഫ്രൈ ആയിട്ട് വറുക്കരുത്, ഒരു മീഡിയം കുക്കിൽ അത് വറുത്ത് വെക്കണം. അത് വറുത്ത് വെച്ചതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഞാൻ ഇട്ടു. മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ആക്കി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം അത് അങ്ങനെ തന്നെ ഒന്ന് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഇതിലേക്ക് 6 കഷ്ണം മീനാണ് യൂസ് ചെയ്തത്. നമ്മൾ കഷ്ണം മീനായിട്ടുള്ള ഏത് മീനുകൾ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അയക്കൂറയോ നെയ്മീനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് 6 പീസ് മീനിൻ്റെതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ 6 കഷ്ണം മീനിലേക്ക് ഒരു ഗ്ലാസ്, ഒരു സാധാരണ നമ്മൾ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയുടെ ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിരിക്കും മതി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ അളവുകളും അതും കൂടി ആകുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഒരു ഗ്ലാസ് അരി ഞാൻ നെയ്ച്ചോറായിട്ട് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫിഷ് ബിരിയാണിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിൽ നമുക്ക് ദം ചെയ്യാം. അടിയിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറിട്ടു കൊടുക്കാം. ഫിഷ് മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മസാലയും നമുക്ക് അതിലേക്ക് ചേർക്കാം. ചോറൊക്കെ നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഉള്ളി വഴറ്റി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് സ്ലോയിലാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്കിത് ദം ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മളുടെ ഇത് 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കർ തുറന്ന് ഇനി നമുക്ക് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു സാലഡിനോടൊപ്പം നമ്മുടെ ഈ ബിരിയാണി, ഫിഷ് ബിരിയാണി കഴിക്കാം. എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.